നമസ്തേ സജ്ജനങ്ങളെ. കർക്കിടക വാവുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങൾ പലരും ചോദിക്കുകയുണ്ടായി. അപ്രകാരം ഈ വർഷത്തെ കർക്കിടക വാവ് 1200 ആണ്ട് കർക്കിടക മാസം 8-ാം തീയതി, അതായത് 24 ജൂലൈ മാസം 24 2025 ജൂലൈ മാസം 24-ാം തീയതി വെളുപ്പിന് 2:31 മുതൽ അമാവാസി ആരംഭിക്കും. ആരംഭിച്ചാൽ പിറ്റേ ദിവസം ഏകദേശം അതേ സമയം വരെ കൂട്ടാം, ഒരു ദിവസമാണ്. അപ്പോൾ ബലികർമാദികൾ നടത്തുന്നതിന് ഈ പറഞ്ഞിരിക്കുന്ന സമയത്തിൻ്റെ സ്ഥിതിയിൽ വെളുപ്പാങ്കാലത്ത് ഒരു 3 മണി തൊട്ടൊക്കെ ബലിയിട്ട് തുടങ്ങുന്നതിന് ദോഷമില്ല. 2 മണി തൊട്ട് തുടങ്ങിയാലും പ്രശ്നമൊന്നുമില്ല. എങ്കിലും 3 മണി തൊട്ട് വെളുപ്പാങ്കാലത്ത് ബ്രാഹ്മ മുഹൂർത്തത്തിൻ്റെ ആരംഭം തൊട്ട് ബലിയിട്ട് തുടങ്ങാൻ വളരെ നല്ലതാണ്. കർക്കിടക വാവ് പോലുള്ളതായ ബലികർമ്മങ്ങൾക്കുള്ള പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ പലരുടെയും മനസ്സിൽ സംശയങ്ങളുണ്ട്. എൻ്റെ അച്ഛനും അമ്മയും ജീവിച്ചിരിപ്പുണ്ടല്ലോ, അപ്പോൾ ഞാൻ ബലിയിടാമോ? അതേപോലെ ചില സൗഹൃദങ്ങൾ, ചില ബന്ധങ്ങൾ, ഇന്ന വിധത്തിലുള്ള കാരണങ്ങളൊക്കെ അങ്ങനെ പറയാറുണ്ട് ഓരോരുത്തരും. അതുപോലെ ഇപ്പോൾ എൻ്റെ ഇന്നാര് മരിച്ചിട്ട് 1 വർഷം ആയില്ല, ഞാൻ പക്കബലി അതായത് മാസബലി ഇടുന്നുണ്ട്, അപ്പോൾ വാവ് ബലി ഇടാമോ? കുടുംബത്തിലെ ആരെങ്കിലും മരിച്ചു, അതിൻ്റെ പുലയുണ്ട്, അപ്പോൾ വാവ് ബലി ഇടാമോ? ഇങ്ങനെയുള്ള പല ചോദ്യങ്ങൾ പലരും പറയുന്നുണ്ട്. ഇതിനെല്ലാത്തിനും മറുപടി ഒന്ന് തന്നെയാണ്. കർക്കിടക വാവ് ബലി എന്ന് പറഞ്ഞിരിക്കുന്നത് എല്ലാവർക്കും ഇടാം, എല്ലാവർക്കും വേണ്ടിയിട്ടും കൂടെ ഉള്ളതാണ്. പ്രത്യേകിച്ച് ഒരു ആളിൻ്റെ ആത്മാവിന് വേണ്ടിയിട്ട് ചെയ്യുന്നതല്ല. നമ്മുടെ പൂർവികരായ അല്ലെങ്കിൽ നമുക്ക് മുന്നിൽ മൃതിപ്പെട്ടു പോയിട്ടുള്ളവരുടെ ആത്മാക്കൾക്ക് നിത്യശാന്തി ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ മലയാളികൾ ഏറ്റവും പ്രാധാന്യമായിട്ട് ചെയ്യുന്ന ഒരു ബലികർമ്മമാണ് കർക്കിടക മാസത്തിലെ ബലികർമ്മം. അതിലെ പിണ്ടം വയ്ക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഒരു പിണ്ടം എടുത്തിട്ട് ഏ ബന്ധോ ഏ ബാന്ധവാഹ അന്യജന്മനി ബാന്ധവാഹ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അതിൻ്റെ മന്ത്രം തുടങ്ങുന്നത് തന്നെ. എൻ്റെ ബന്ധുവായിരിക്കുന്നവരോ അന്യബന്ധുക്കളായിരിക്കുന്നവരോ എൻ്റെ കഴിഞ്ഞ ജന്മത്തിലെ ബന്ധുക്കളായിട്ടുണ്ടായിരുന്നവരോ സുഹൃത്തുക്കളായിട്ടോ സൗഹൃദങ്ങളായിട്ടോ ഒക്കെ ഉള്ള എന്നെയോട് ചേർന്ന് എൻ്റെ ചുറ്റും നിൽക്കുന്ന മോക്ഷം കിട്ടാതെ നിൽക്കുന്ന സർവാത്മാക്കളും ഇതിൽ വന്ന് ഇത് സ്വീകരിച്ച് സന്തോഷപൂർവ്വം ഇത് സ്വീകരിച്ച് മോക്ഷപ്രാപ്തി അടയണമേ എന്ന് അവരെ ഊട്ടുകയും അതിനോടൊപ്പം മോക്ഷദായകനായിരിക്കുന്ന മഹാവിഷ്ണുവിനെ മനസ്സാ പ്രാർത്ഥിച്ച് സംഹാരമൂർത്തിയായിരിക്കുന്ന മഹാദേവനെ മനസ്സാ സങ്കല്പിച്ച് പ്രാർത്ഥിച്ച് ഭരദേവതകളെയും പ്രാർത്ഥിച്ച് എല്ലാവർക്കും മോക്ഷപ്രാപ്തി കിട്ടാനും അവരുടെ അനുഗ്രഹകാരുണ്യങ്ങൾ നമുക്ക് കൂടെ എല്ലായ്പ്പോഴും ഉണ്ടാകണമെന്നുള്ള പ്രാർത്ഥനയുടെ സങ്കല്പത്തിൻ്റെ ഭാഗമാണ് ബലികർമ്മം. എല്ലാവരും ശുദ്ധ മനസ്സോടെ വ്രതശുദ്ധിയോടെ ചെയ്യുക. തലേ ദിവസം ഒരിക്കലുണ്ട്, പിറ്റേ ദിവസം ഈ പറഞ്ഞ സമയത്തിൽ ബലിയിട്ട് പ്രഭാതത്തിൽ 3 മണി തൊട്ട് മധ്യാഹ്നത്തിന് മുമ്പുള്ള ഉച്ചയ്ക്ക് മുമ്പുള്ള പകൽ സൂര്യൻ ഉദിച്ചിട്ട് ആദ്യത്തെ ഒരു യാമത്തിനകത്ത് ബലിയിടുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. ഒരു യാമം എന്ന് പറയുമ്പോൾ 6 മണി തൊട്ട് 9 മണി വരെ ഉള്ളതായ സമയമായിട്ട് വരുന്നത്. അപ്പോൾ അതിനുള്ളിൽ ബലിയിടുന്നതാണ് എന്തുകൊണ്ടും ഏറ്റവും ഉത്തമമാകുന്ന ഒരു സമയസ്ഥിതി. എല്ലാവർക്കും പിതൃക്കൾക്ക് മനസ്സ് അറിഞ്ഞ് സന്തോഷത്തോടുകൂടി ബലിയിട്ട് പ്രാർത്ഥിക്കാൻ ഭഗവാൻ മഹാദേവനും ശ്രീനാരായണമൂർത്തിയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.